മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ എൻസൈംസ് എന്ന ടോപ്പിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് എൻസൈംസിൻ്റെ പാർട്ട് 2 ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് എൻസൈംസ്, അതേപോലെ എൻസൈംസിൻ്റെ ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെയിനായിട്ട് ആക്റ്റീവ് സൈറ്റ് അതേപോലെ കോഫാക്ടർ, ഈ രണ്ട് ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ. നമ്മളങ്ങനെ കുറേ ടോപ്പിക്സ് ഒന്നും പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. നമുക്കിങ്ങനെ കുറച്ച് ടോപ്പിക്സ് ആയിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്നത് ആക്റ്റീവ് സൈറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. എന്തിനെ കുറിച്ചിട്ടാണ്? ആക്റ്റീവ് സൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആക്റ്റീവ് സെൻറ്റർ എന്ന് പറയാം. ഒരു എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ് അഥവാ ആക്റ്റീവ് സെൻറ്റർ. ഓക്കെ, നമ്മളൊരു സബ്സ്ട്രേറ്റുമായിട്ട് അതിൻ്റെ എൻസൈമിനെ കമ്പയർ ചെയ്യുമ്പോൾ, രണ്ടുപേരും സൈസ് കമ്പയർ ചെയ്യുമ്പോൾ സബ്സ്ട്രേറ്റ് ഭയങ്കര ചെറുതാണ്, എൻസൈം ആണെങ്കിൽ ഭയങ്കര വലുതാണ്. ഈ എൻസൈമിനെ സബ്സ്ട്രേറ്റിനെ കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, പക്ഷേ എൻസൈം എത്ര വലുതാണെങ്കിലും ആ ഒരു എൻസൈമിൻ്റെ വളരെ ചെറിയ ഒരു പോർഷൻ മാത്രമാണ് ഈ സബ്സ്ട്രേറ്റിനായിട്ട് ബൈൻഡ് ചെയ്യുന്നതിലും അതേപോലെ കാറ്റലിസിസ് നടക്കുന്നതിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത്. എൻസൈം എത്ര വലുതായിക്കോട്ടെ, പക്ഷെ ആ എൻസൈമിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമായിരിക്കും സബ്സ്ട്രേറ്റ് ബൈൻഡിങ്ങിലും കാറ്റലിസിസിലും ഇൻവോൾവ് ആയിരിക്കുന്നത്. ആൻഡ് ദിസ് സ്മോൾ റീജിയൻ, ഈ ഒരു സബ്സ്ട്രേറ്റ് ബൈൻഡിങ്ങിലും കാറ്റലിസിസിലും ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈമിൻ്റെ ആ ഒരു സ്മോൾ റീജിയനെയാണ് നമ്മൾ ആക്റ്റീവ് സൈറ്റ് അല്ലെങ്കിൽ ആക്റ്റീവ് സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആക്റ്റീവ് സൈറ്റ് അല്ലെങ്കിൽ ആക്റ്റീവ് സെൻറ്റർ? ഒരു എൻസൈമിൻ്റെ സ്മോൾ റീജിയൻ ആണ്. അവിടെ വെച്ചിട്ടായിരിക്കും സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്നതും അവിടെ കാറ്റലിസിസ് നടക്കുന്നുണ്ടായിരിക്കുന്നതും. ഓക്കെ, അപ്പോൾ ആ ഒരു സ്മോൾ റീജിയനെയാണ് നമ്മൾ ആക്റ്റീവ് സൈറ്റ് അല്ലെങ്കിൽ ആക്റ്റീവ് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എൻസൈമിൻ്റെ ആ ഒരു ഹോൾ സ്ട്രക്ചർ, അത് അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ പാർട്സ് ആ ഒരു എൻസൈമിൻ്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ പോലും ദ റിയാക്ഷൻ അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് ബൈൻഡിങ് അതെവിടെയാണ് നടക്കുന്നത്? ആക്റ്റീവ് സൈറ്റിലായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. സോ ആ ഒരു ഹോൾ എൻസൈമിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ മാത്രമാണ് ആക്റ്റീവ് സൈറ്റ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആക്റ്റീവ് സൈറ്റിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, ആ ഫീച്ചേഴ്സ് നോക്കാം. അപ്പോൾ നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആക്റ്റീവ് സൈറ്റ് എന്ന് എടുത്തു പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഒരു എൻസൈമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ആക്റ്റീവ് സൈറ്റിനെ കുറിച്ചിട്ട് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം, അല്ലാതെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ആക്റ്റീവ് സൈറ്റിനെ കുറിച്ച് അറിഞ്ഞാലാണ് നമുക്ക് അതിന് റിലേറ്റഡ് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് സിലബസിൽ ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഇതിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫീച്ചേഴ്സിലോട്ട് പോവാം. ഫസ്റ്റ് ഫീച്ചർ നോക്കുവാണെങ്കിൽ, ഒരു എൻസൈമിന് അതിൻ്റെ ടെറീഷ്യറി സ്ട്രക്ചർ ഉണ്ട് അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എൻസൈംസ് എല്ലാം പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസിനാണെങ്കിലും എന്തുണ്ട്, അതിൻ്റെ ഒരു നേറ്റീവ് കൺഫർമേഷൻ ഉണ്ട്, ഒരു നേറ്റീവ് സ്ട്രക്ചർ ഉണ്ട് അല്ലേ. അപ്പോൾ അത് 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആയിരിക്കും. ആ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറിന് കാരണം ആരാണ്? ഈ ഒരു ആക്റ്റീവ് സൈറ്റ് ആയിരിക്കും. സോറി, അങ്ങനെയല്ല വരുന്നത്, നേരെ തിരിച്ച് പറഞ്ഞുപോയി. ഒരു എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ എൻസൈമിൻ്റെ ടെറീഷ്യറി സ്ട്രക്ചർ, അതായത് 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആയിരിക്കും. ഒരു എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൻ്റെ എക്സിസ്റ്റൻസിന് കാരണമായിട്ടുള്ളത് ആരാണ്? ഒരു എൻസൈമിൻ്റെ 3 ഡയമെൻഷണൽ നേറ്റീവ് കൺഫർമേഷൻ ഓർ ദി ടെറീഷ്യറി സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ ആക്റ്റീവ് സൈറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ എൻസൈം. ആ എൻസൈമിൻ്റെ ഇത്രയും പോർഷൻ മാത്രമാണ് എന്ത് വരുന്നുള്ളൂ, ആക്റ്റീവ് സൈറ്റ് വരുന്നുള്ളൂ. ആക്റ്റീവ് സൈറ്റിൽ വന്നിട്ട് ആര് ബൈൻഡ് ചെയ്യുന്നു? സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്നു. സോ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫീച്ചറിലോട്ട് പോവാം. ഒരു എൻസൈം മോളിക്യൂളിൻ്റെ ഒരു ക്രെവിസ് അല്ലെങ്കിൽ ഒരു പോക്കറ്റ് എന്നൊക്കെ പറയാം, ഒരു ക്ലെഫ്റ്റ് അല്ലെങ്കിൽ പോക്കറ്റ്, അതിൻ്റെ ഉള്ളിലാണ് എന്തിരിക്കുന്നത്? നമ്മുടെ ആക്റ്റീവ് സൈറ്റ് ഇരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ ഇവിടെ തന്നെ കണ്ട ഒരു പോക്കറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ക്ലെഫ്റ്റ് പോലെ, അവിടെയാണ് എന്തിരിക്കുന്നത്? ആക്റ്റീവ് സൈറ്റ് ഇരിക്കുന്നത്. ആ ഒരു ആക്റ്റീവ് സൈറ്റിൽ വന്നിട്ട് ആ എൻസൈമിൻ്റെ സ്പെസിഫിക് സബ്സ്ട്രേറ്റ് വന്നിട്ട് ബൈൻഡ് ചെയ്യും. ഇനി ഈ ഒരു സബ്സ്ട്രേറ്റ് ആക്റ്റീവ് സൈറ്റിൽ സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്ന ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടർ ഉണ്ട്. അത് മെയിനായിട്ട് ആക്റ്റീവ് സൈറ്റിൽ കാണപ്പെടുന്ന അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ അവിടെ കാണുന്ന ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് എന്നൊക്കെ പറയാം. മെയിനായിട്ട് അവിടെ കാണപ്പെടുന്ന അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ ആക്റ്റീവ് സൈറ്റിൽ എന്താണ് മെയിനായിട്ട് കാണുന്നത്? സ്പെസിഫിക് അമിനോ ആസിഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു അമിനോ ആസിഡിൽ
ഒരു 100 അമിനോ ആസിഡ് ഉള്ള ഒരു എൻസൈമാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അവരെങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും? ലീനിയർ സീക്വൻസ് നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 അങ്ങനെ സോൺ പോയിട്ട് 99 100 അങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക ആ ഒരു അമിനോ ആസിഡിൻ്റെ ലീനിയർ സീക്വൻസിൽ. അങ്ങനെയാണെന്ന് വിചാരിക്കാം. പക്ഷെ അങ്ങനെ അറേഞ്ച് ചെയ്തു. പക്ഷേ ഈ ഒരു ഓർഡറിൽ, അതായത് ഈ ഒരു ലീനിയർ സീക്വൻസിൽ കാണപ്പെടുന്ന ഈ ഒരു എൻസൈംസ് ആയിരിക്കില്ല എന്ത് നമ്മൾ ആക്റ്റീവ് സൈറ്റിൽ കാണുന്നുണ്ടായിരിക്കും. അതായത് ചിലപ്പോൾ ആക്റ്റീവ് സൈറ്റിൽ ഈ ഇടയത്തെ ഓരോ അമിനോ ആസിഡ്സ് ആയിരിക്കും കാണുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു 10 ആയിരിക്കും, പിന്നെ ഒരു 80 ആയിരിക്കും. അങ്ങനെ പല പല ലീനിയർ സീക്വൻസിൽ അടുത്തടുത്ത് കിടക്കുന്ന അമിനോ ആസിഡ്സ്, മനസ്സിലായാലും ഒരു എൻസൈമിൻ്റെ ലീനിയർ സീക്വൻസിൽ അടുത്തടുത്ത് കിടക്കുന്ന അമിനോ ആസിഡ്സ് ആയിരിക്കണം എന്നില്ല ആ ഒരു ആക്റ്റീവ് സൈറ്റിൽ ഉണ്ടായിരിക്കുക. ചിലപ്പോൾ ഒരാൾ ഇങ്ങേ അറ്റത്താണെങ്കിൽ മറ്റാൾ ഈ ഒരു അറ്റത്തായിരിക്കും ഒരു അമിനോ ആസിഡ് കിടക്കുന്നുണ്ടായിരിക്കുക. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കൂ, ലൈസോസൈം എന്ന എൻസൈം, അതിന് ഏകദേശം 129 അമിനോ ആസിഡ്സ് ആണുള്ളത്. പക്ഷേ ആ ഒരു അമിനോ ആസിഡ്സ് ആ ഒരു എൻസൈമിൻ്റെ ലൈസോസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ കാണുന്ന അമിനോ ആസിഡ് റെസിഡ്യൂസ് നോക്കൂ, 35-ാമത്തെ അമിനോ ആസിഡ്, 52-ാമത്തെ, 62-ാമത്തെ, 63-ാമത്തെ, 101-ാമത്തെ. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്, ലീനിയർ സീക്വൻസിൽ അടുത്തടുത്ത് കിടക്കുന്ന അമിനോ ആസിഡ്സ് ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ എവിടെ ഉണ്ടായിരിക്കുക? ആക്റ്റീവ് സൈറ്റിൽ ഉണ്ടായിട്ടിരിക്കുക. അപ്പോൾ ഒരു സബ്സ്ട്രേറ്റ് വന്നിട്ട് ഈ ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്യുമ്പോൾ ഈ ഓരോരോ, അപ്പോൾ നമ്മൾ പറഞ്ഞ അമിനോ ആസിഡ്സ് ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യും? അവർ വന്നിട്ട് ഈ ഒരു ആക്റ്റീവ് സൈറ്റിൽ വന്നിട്ട് ഒന്ന് അലൈൻ ചെയ്തിട്ടിരിക്കും. അപ്പോൾ ആ ഒരു ആക്റ്റീവ് സൈറ്റിന് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടുന്നു, സച്ച് ദാറ്റ് ആ ഒരു സബ്സ്ട്രേറ്റിന് നല്ല അടിപൊളിയായിട്ട്, നല്ല ഫിറ്റായിട്ട്, എക്സാക്ട്ലി ഫിറ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആക്റ്റീവ് സൈറ്റിൽ ഇരിക്കാൻ പറ്റുന്നു. സോ ആ ഒരു എക്സാക്ട് ഫിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അമിനോ ആസിഡ് റെസിഡ്യൂസ് വന്നിട്ട് എന്ത് ചെയ്യുന്നത്? ആ ഒരു ആക്റ്റീവ് സൈറ്റിൽ വന്നിട്ട് അലൈൻ ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ആക്റ്റീവ് സൈറ്റ് ഉണ്ടല്ലോ ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിൽ റിജിഡ് ആയിട്ട് ഉള്ളൊരു സാധനം, അതായത് സ്ട്രക്ചറും ഷേപ്പും ഒന്നും അത്ര റിജിഡ് ആയിട്ടുള്ള സാധനമല്ല, പകരം അത് ഫ്ലെക്സിബിൾ ആണ്. സബ്സ്ട്രേറ്റ് ബൈൻഡിങ് പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് എന്താണ് ആക്റ്റീവ് സൈറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പോർഷനാണ് എന്ത് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ ആക്റ്റീവ് സൈറ്റിൽ തന്നെ 2 സൈറ്റുകളുണ്ട്, സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സൈറ്റും കാറ്റലിറ്റിക് സൈറ്റും. സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സൈറ്റിലാണ് വന്നിട്ട് എന്ത് നടക്കുന്നത്? സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്നത്. അതുകൂടാതെ എന്തുണ്ട്? ഒരു കാറ്റലിറ്റിക് സൈറ്റും ഉണ്ട്. കാറ്റലിറ്റിക് സൈറ്റിൽ എന്ത് നടക്കും? കാറ്റാലിസിസ് നടക്കുന്നു. ഓക്കെ, ഇനി എൻസൈംസിന് നമ്മൾ കോ എൻസൈംസ് വേണം, കോ ഫാക്ടേഴ്സ് വേണം, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു എൻസൈംസിൻ്റെ കോ എൻസൈംസും കോ ഫാക്ടേഴ്സും ചിലപ്പോൾ കാറ്റലിറ്റിക് സൈറ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കും, അവിടെ ആയിരിക്കും ഈ കോ എൻസൈമും കോ ഫാക്ടേഴ്സും ഒക്കെ ഇരിക്കുന്നുണ്ടായിരിക്കാം. ഇനി ആക്റ്റീവ് സൈറ്റിൽ നമ്മുടെ സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വീക്കായിട്ടുള്ള നോൺ കോവാലന്റ് ബോൺഡ്സ് വഴിയാണ് ഈ ഒരു സബ്സ്ട്രേറ്റ് വന്നിട്ട് നമ്മുടെ ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി ഓരോ എൻസൈമും അതിൻ്റെ ഫങ്ഷനിൽ സ്പെസിഫിക് ആകണമെങ്കിൽ അതിന് കാരണക്കാർ ആ ഒരു എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ് ആകുന്നു. സോ അപ്പോൾ ആക്റ്റീവ് സൈറ്റ് ഒരു എൻസൈമിൻ്റെ ചെറിയ ആളാണോ? അല്ല, എൻസൈമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ആക്റ്റീവ് സൈറ്റ്. അത് കാരണമാണ് സബ്സ്ട്രേറ്റ് ബൈൻഡിങ് നടക്കുന്നത്. ഓൾസോ ആ എൻസൈമിൻ്റെ ഫങ്ഷൻ സ്പെസിഫിക് ആവുന്നതും ഈ ഒരു ആക്റ്റീവ് സൈറ്റിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. ഓക്കെ, ഇനി ആക്റ്റീവ് സൈറ്റിൽ മെയിനായിട്ട് കാണുന്ന കുറച്ച് കോമൺ ആയിട്ട് കാണുന്ന അമിനോ ആസിഡ്സ് ഉണ്ട്. അതാണ് സെറൈന്, ആസ്പാർട്ടേറ്റ്, ഹിസ്റ്റിഡിൻ, സിസ്റ്റീന്, ലൈസീന്, ആർജിനിൻ, ഗ്ലൂട്ടാമിൻ, ടൈറോസിൻ. ഈ പറഞ്ഞ ആൾക്കാരിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് സെറൈൻ എന്ന അമിനോ ആസിഡ്. ഓക്കെ, ആക്റ്റീവ് സൈറ്റിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ആരാണ്? സെറൈൻ. ഇനി ഈ പറഞ്ഞ അമിനോ ആസിഡ്സ് അത് നമ്മുടെ ആക്റ്റീവ് സൈറ്റിൽ വന്നിട്ട് അതായത് ആക്റ്റീവ് സൈറ്റിൽ കാണപ്പെടുന്ന അമിനോ ആസിഡ്സ് ഉണ്ടല്ലോ, ചിലപ്പോൾ ബോണ്ട് ബ്രേക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ബോണ്ട് മേക്ക് ചെയ്യാനായിരിക്കും. അതായത് ആക്റ്റീവ് സൈറ്റിൽ കാണപ്പെടുന്ന അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ നമുക്ക് കാറ്റലിറ്റിക് റെസിഡ്യൂസ് എന്നോ കാറ്റലിറ്റിക് ഗ്രൂപ്പ്സ് എന്നോ വിളിക്കാം. എന്താണ്? കാറ്റലിറ്റിക് റെസിഡ്യൂസ് ഓർ കാറ്റലിറ്റിക് ഗ്രൂപ്പ്സ് എന്നോ വിളിക്കാം. അങ്ങനെ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ വന്നിട്ട് സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് ഫോർമേഷൻ നടക്കും? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് നടക്കും. നെക്സ്റ്റ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിൽ നിന്നും സബ്സ്ട്രേറ്റ് എന്തായിട്ട് മാറുന്നു? പ്രൊഡക്റ്റ് ആയിട്ട് മാറും. പ്രൊഡക്റ്റ് റിലീസ് ആകുന്നു. ആൻഡ് ഈ ഒരു എൻസൈം എന്താണ്? നമുക്ക് നെക്സ്റ്റ് റിയാക്ഷന് വേണ്ടിയിട്ട് പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്നു.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആക്റ്റീവ് സൈറ്റിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നോക്കൂ, ഇതാണ് എൻസൈമിൻ്റെ സ്മോൾ പോർഷനാണ് ആക്റ്റീവ് സൈറ്റ്. ആക്റ്റീവ് സൈറ്റിൻ്റെ ഒരു കോംപ്ലിമെൻ്ററി സ്ട്രക്ചർ ആയിരിക്കും നമ്മുടെ ഒരു സബ്സ്ട്രേറ്റിന് ഉണ്ടായിരിക്കുക. അപ്പോൾ സബ്സ്ട്രേറ്റിന് പ്രോപ്പറായിട്ട് വന്നിട്ട് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കാൻ പറ്റും. അപ്പോൾ അവിടെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. പിന്നെ അത് എന്തായിട്ട് മാറുന്നു, പ്രൊഡക്റ്റും ആൻഡ് എൻസൈം പിന്നെ അവിടെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കോ ഫാക്ടേഴ്സ്. നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് കോ ഫാക്ടർ. അപ്പോൾ എൻസൈംസ് പ്രോട്ടീൻസ് ആണ് അല്ലേ, പക്ഷേ ആ ഒരു പ്രോട്ടീനിന് എന്തും കൂടെ വരും, ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും കൂടെ വരും. പ്രോട്ടീൻ ആയിട്ടുള്ള എൻസൈംസിന് എന്തും കൂടെ ഉണ്ടായിരിക്കും, നോൺ പ്രോട്ടീൻ പാർട്ടും കൂടെ ഉണ്ടായിരിക്കും. അതാണ് കോ ഫാക്ടേഴ്സ്. എൻസൈമിൻ്റെ നോൺ പ്രോട്ടീൻ പാർട്ടാണ് ആര്, കോ ഫാക്ടർ. ഇനി ഈ കോ ഫാക്ടർ ചിലപ്പോൾ എന്താകാം, ഓർഗാനിക് ആകാം, അല്ലെങ്കിൽ അതിനെന്താകാം, ഇനോർഗാനിക് ആവാം. ഒന്നല്ലെങ്കിൽ കോ ഫാക്ടേഴ്സ് എന്താണ്, ഓർഗാനിക് മോളിക്യൂൾസ് ആണ്, ഓർ ദേ ക്യാൻ ബി ഇനോർഗാനിക് മോളിക്യൂൾസ് ആണ്. ഈ കോഫാക്ടേഴ്സ് എന്തിന് ആവശ്യമാണ്, നമ്മുടെ എൻസൈംസ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ദിസ് കോഫാക്ടേഴ്സ് ആർ നെസസറി. ഇപ്പോൾ കോഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻസൈംസിൻ്റെ നോൺ പ്രോട്ടീൻ പാർട്ടാണ്. ദേ ക്യാൻ ബി ഐദർ ഓർഗാനിക് ഓർ ദേ ക്യാൻ ബി ഇനോർഗാനിക്. ഓക്കെ, അപ്പോൾ നമ്മളെ എൻസൈംസിൻ്റെ അവർ നടത്തുന്ന ആ ഒരു റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് എൻസൈംസിൻ്റെ ഹെൽപ്പേഴ്സാണ് ആര്, ഈ ഒരു കോ ഫാക്ടേഴ്സ്. എൻസൈംസിൻ്റെ ഹെൽപ്പേഴ്സാണ് ആര്, കോ ഫാക്ടർ. ഇനി ഈ കോ ഫാക്ടറിൽ തന്നെ ആരൊക്കെ വരുന്നുണ്ട്, ബേസ്ഡ് അപ്പോൺ അവർ ഓർഗാനിക് ആണോ ഇനോർഗാനിക് ആണോ അതിൻ്റെ ബേസിസിൽ കോ ഫാക്ടർ ഒന്നല്ലെങ്കിൽ കോ എൻസൈം ആകാം, അല്ലെങ്കിൽ മെറ്റൽ അയോൺസ് ആവാം. ഇപ്പോൾ കോ ഫാക്ടറിൽ തന്നെ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്, കോ എൻസൈംസും ഉണ്ട്, മെറ്റൽ അയോൺസും ഉണ്ട്. ആരൊക്കെയുള്ളത്, കോ എൻസൈംസും മെറ്റൽ അയോൺസും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിരുന്നു കോ ഫാക്ടേഴ്സ് പ്രോട്ടീൻസ് അല്ല, ദേ ആർ നോൺ പ്രോട്ടീൻ പാർട്ടാണ്, ബട്ട് എൻസൈമിൻ്റെ കാറ്റഗറിയിൽ ദേ ആർ എസെൻഷ്യൽ ആണ്. ഇനി ഇവരും എന്ത് ചെയ്യുന്നുണ്ട്, എൻസൈംസിൻ്റെ ആക്റ്റീവ് സൈറ്റുമായിട്ട് വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബൈൻഡിങ് നടക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ എൻസൈം അത് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ ആ ഒരു എൻസൈമും സബ്സ്ട്രേറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ആ ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും കോ ഫാക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു കോ ഫാക്ടേഴ്സ് 2 ടൈപ്സ് ആണെന്ന് പറഞ്ഞു, മെറ്റൽ അയോൺസ് അല്ലെങ്കിൽ കോ എൻസൈംസ്. അതിൽ മെറ്റൽ അയോൺസ് ആരാണ്, ഇനോർഗാനിക് ആയിട്ടുള്ള കോ ഫാക്ടേഴ്സ് ആണ്. മെറ്റൽ അയോൺസ് ഇൻഓർഗാനിക് ആയിട്ടുള്ള കോ ഫാക്ടേഴ്സ്. നമുക്കറിയാം മെറ്റൽ അയോൺസ് എന്ന് പറയുമ്പോൾ തന്നെ ആരൊക്കെയാണ്, നമ്മുടെ കാൽഷ്യം, മെഗ്നീഷ്യം, സിങ്ക്, കോപ്പർ, അങ്ങനത്തെ മെറ്റൽ അയോൺസ് ആണ് ഈ ഒരു ഇനോർഗാനിക് കോ ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്. ഒന്നല്ലെങ്കിൽ അവർ എൻസൈമിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നെ എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ടൈപ്പ് കോ ഫാക്ടേഴ്സ് ആരാണ്, കോ എൻസൈംസ് ആണ്. ഇവരെന്താണ്, ഓർഗാനിക് കോ ഫാക്ടേഴ്സ് ആണ്. ഇവരെന്താണ്, ഓർഗാനിക് കോ ഫാക്ടേഴ്സ് ആണ്. മിക്ക കോ എൻസൈംസും നമ്മുടെ വൈറ്റമിൻസിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള കോ എൻസൈംസ് ആണ്. അതല്ലാത്ത കോ എൻസൈംസ് ഉണ്ട് കേട്ടോ. എല്ലാ കോ എൻസൈംസും വൈറ്റമിനിൽ നിന്ന് ഡിറൈവ് ചെയ്തവരല്ല, എങ്കിലും മെജോറിറ്റി ഓഫ് ദി കോ എൻസൈംസ് എന്താണ്, ആർ ഡിറൈവ്ഡ് ഫ്രം വൈറ്റമിൻസ് ആണ്. അപ്പം അവർ മെയിനായിട്ട് ഈ പറഞ്ഞ കോ എൻസൈംസ് എന്താണ് മെയിനായിട്ട് ചെയ്യാൻ ചോദിച്ചാൽ, ഒന്നല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ ഹൈഡ്രജനെ ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പ്സ് ആണ് മെയിനായിട്ട് കോ എൻസൈംസിൻ്റെ പണി വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൂടാതെ നമുക്ക് ഈ കോ ഫാക്ടേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ മറ്റൊരു തരത്തിലും കൂടെ പറയാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓർഗാനിക് കോ ഫാക്ടേഴ്സിൽ വരുന്നതാണ് ഫ്ലേവിൻ, ഹീം. അതും എന്താണ്, കോ ഫാക്ടേഴ്സ് ആണ്, ഓർഗാനിക് കോ ഫാക്ടേഴ്സ് ആണ്. പിന്നെ ഇനോർഗാനിക് കോ ഫാക്ടേഴ്സ് ഉണ്ട്. ഇനോർഗാനിക് കോ ഫാക്ടേഴ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റൽ അയോൺസ് തന്നെയാണ്, മെഗ്നീഷ്യം, കോപ്പർ, മാംഗനീസ് പോലത്തെ മെറ്റൽ അയോൺസ്. അതുകൂടാതെ അയോൺ സൾഫർ ക്ലസ്റ്റേഴ്സ്, ഇതൊക്കെ ഇനോർഗാനിക് കോ ഫാക്ടേഴ്സ് ആണ്. ഇനി ട്വിസ്റ്റ് വരുന്നത് നമ്മുടെ ഓർഗാനിക് കോ ഫാക്ടേഴ്സിലാണ്. ഓർഗാനിക് കോ ഫാക്ടേഴ്സിനെ പിന്നെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് കോ എൻസൈംസും പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സും. ആരാണ്, കോ എൻസൈംസും പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സും. കോ എൻസൈം നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓരോ എൻസൈമിനും സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഒരു എന്താണ് കോ എൻസൈം എന്ന് പറയും. അത് മെയിനായിട്ട് ആ ഒരു എൻസൈമിൻ്റെ ഫങ്ഷനിങ്ങിനാണ് ആവശ്യമായിട്ട് വരുന്നത്.
അല്ലെങ്കിൽ ആ ഒരു എൻസൈമിൻ്റെ ഫങ്ഷണൽ പ്രോപ്പർട്ടീനെയാണ് അത് മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പിനെ നമ്മൾ പറയുവാണെങ്കിൽ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് കൊണ്ട് നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കാൻ പറ്റുക ആ ഒരു കോഫാക്ടർ എങ്ങനെയാണ് നമ്മുടെ എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടിരിക്കുന്നത്. അതായത് നല്ല ടൈറ്റായിട്ടാണോ ബൈൻഡ് ചെയ്തിരിക്കുന്നത് അതോ ലൂസായിട്ടാണോ ബൈൻഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ആണെങ്കിൽ. ടൈറ്റ് ബൈൻഡിങ് ആണോ കോവാലൻ ബൈൻഡിങ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ആ ഒരു എൻസൈമിൻ്റെ സ്ട്രക്ചറൽ പ്രോപ്പർട്ടീനെയാണ് ഈ ഒരു പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് റെഫർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ കോഫാക്ടറും കോ എൻസൈമും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? കോഫാക്ടർ ഒന്നല്ലെങ്കിൽ ഇനോർഗാനിക് ആകാം അല്ലെങ്കിൽ ഓർഗാനിക് ആവാം. ഇനോർഗാനിക് ആണെങ്കിൽ ദേ ആർ മെറ്റൽ അയോൺസ്, ഓർഗാനിക് ആണെങ്കിൽ അവരെന്താണ്? കോ എൻസൈമാണ്. ഈ കോഫാക്ടറിൽ തന്നെ ഇപ്പോൾ നമ്മൾ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് അവരെ പറയുകയാണെങ്കിൽ അവർ നമ്മളെ എൻസൈമുമായിട്ട് ടൈറ്റായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരനെയാണ് നമ്മൾ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പോൾ മെറ്റൽ അയോൺസും പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സും മെയിനായിട്ട് നമ്മുടെ എൻസൈമിനെ ആക്ടിവേറ്റ് ആക്കുന്ന ആൾക്കാരാണ്. ഈ കോ എൻസൈംസ് നമ്മുടെ എൻസൈമുമായിട്ട് ലൂസായിട്ടേ ബൈൻഡ് ചെയ്തിരിക്കുന്നുണ്ടാവുള്ളൂ. അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പുകളാണ്. ഇലക്ട്രോൺസോ അല്ലെങ്കിൽ മറ്റ് ഹൈഡ്രജനോ അങ്ങനത്തെ കെമിക്കൽ ഗ്രൂപ്പ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്കാരാണ് കോ എൻസൈമുകൾ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. കോ എൻസൈംസ് എ ടൈപ്പ് ഓഫ് കോ ഫാക്ടർ ആണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനി നമുക്ക് കോ എൻസൈമുകളെ കുറിച്ചിട്ട് പഠിക്കാം. അപ്പോൾ കോ എൻസൈം, അപ്പോൾ എൻസൈം എന്താണ്? പ്രോട്ടീനാണ്. എൻസൈമിന് ഒരു പ്രോട്ടീൻ പാർട്ട് ഉണ്ട്. പക്ഷേ കാറ്റലിസിസ് നടക്കണമെങ്കിൽ ഈ ഒരു എൻസൈമിൻ്റെ പ്രോട്ടീൻ പാർട്ട് മാത്രം പോരാ. മിക്ക എൻസൈംസിനും എന്തുകൂടെ വേണം? ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും കൂടെ വേണം. അതിനെയാണ് നമ്മൾ കോഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. കോഫാക്ടേഴ്സ് തന്നെ എന്താവാം? ഇനോർഗാനിക് ആവാം അല്ലെങ്കിൽ ഓർഗാനിക് ആവാം. ഇനോർഗാനിക് ആണെങ്കിൽ അവരെന്താണ്? മെറ്റൽ അയോൺസ് ആണ്. ഓർഗാനിക് ആണെങ്കിൽ ദേ ആർ കോ എൻസൈംസ്. അപ്പോൾ കോ എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ പ്രോട്ടീൻ ആണ്, ഓർഗാനിക് ആണ്, ലോ മോളിക്കുലർ വെയിറ്റ് ആണ്. ഓൾസോ നമുക്ക് അവരെ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ എൻസൈമിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കാനും പറ്റും. അങ്ങനത്തെ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോ എൻസൈംസ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് റിക്വയർഡ് ഫോർ ദി ഫങ്ഷണൽ ആക്ടിവിറ്റി ഓഫ് എൻസൈം. ഇപ്പോൾ കോ എൻസൈംസ് എന്തൊക്കെയാണ്? ദേ ആർ നോൺ പ്രോട്ടീൻ ആണ്, ഓർഗാനിക് ആണ്, ലോ മോളിക്കുലർ വെയിറ്റ് ആൻഡ് ദേ ആർ ഡയലൈസബിൾ സബ്സ്റ്റൻസ്. ദാറ്റ് മീൻസ് എൻസൈമിൽ നിന്ന് നമുക്ക് ഇവരെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോ എൻസൈംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻസൈം ആക്റ്റീവ് ആവണമെങ്കിൽ അതിന് പ്രോട്ടീൻ പാർട്ടും കൂടെ വേണം, നോൺ പ്രോട്ടീൻ പാർട്ടും കൂടെ വേണം. പ്രോട്ടീൻ പാർട്ട് മാത്രമുള്ള എൻസൈമിനെ നമ്മൾ പറയുന്നതാണ് അപ്പോ എൻസൈം. പ്രോട്ടീൻ പാർട്ട് മാത്രമുള്ള എൻസൈമിനെ നമ്മൾ എന്ത് വിളിക്കും? അപ്പോ എൻസൈം എന്ന് വിളിക്കും, വിച്ച് ഇസ് ഇനാക്റ്റീവ്. അപ്പോ എൻസൈം എന്താണ്? ഇനാക്റ്റീവ് ആണ്, ആക്റ്റീവ് അല്ല. അപ്പോൾ ഈ ഒരു അപ്പോ എൻസൈമിലേക്ക് നോൺ പ്രോട്ടീൻ പാർട്ട്, അതായത് കോ എൻസൈമോ അല്ലെങ്കിൽ നമ്മുടെ മെറ്റൽ അയോണോ വന്ന് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് അതൊരു ആക്റ്റീവ് എൻസൈമായിട്ട് മാറുന്നത്, ഫങ്ഷണൽ എൻസൈമായിട്ട് മാറുന്നത്. ആൻഡ് അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹോളോ എൻസൈം എന്ന് വിളിക്കാം. ഫങ്ഷണൽ എൻസൈം ഓർ ആക്റ്റീവ് എൻസൈം നമുക്ക് എന്ത് വിളിക്കാം? ഹോളോ എൻസൈം. ദിസ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ കറക്റ്റായിട്ട് ഡിഫറൻസിയേഷൻ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പ്രോസ്തെറ്റിക് ഗ്രൂപ്പിന് എപ്പോഴാണ് പറയുക? ഈ ഒരു നോൺ പ്രോട്ടീൻ പാർട്ട് നമ്മുടെ എൻസൈമുമായിട്ട് ടൈറ്റായിട്ട് ബൈൻഡ് ചെയ്തിട്ടിരിക്കുക. നമുക്ക് ഡയാലിസിസ് ചെയ്തിട്ടൊന്നും അതിനെ പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ആക്ടിവേറ്റർ എന്നൊരു ടേം യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഇനോർഗാനിക് കോഫാക്ടേഴ്സ് ആണ്. അവർ വന്ന് നമ്മുടെ എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് എൻസൈമിനെ ആക്റ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത് മെയിനായിട്ട്. സോ ദേ ആർ നോൺ ആസ് ആക്ടിവേറ്റേഴ്സ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എൻസൈമിനെ ആക്റ്റീവ് ആക്കാനും അല്ലെങ്കിൽ എൻസൈം ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനൊക്കെയാണ് ഈ ഒരു ഇനോർഗാനിക് കോഫാക്ടേഴ്സ് ആയിട്ടുള്ള കാൽഷ്യം, മെഗ്നീഷ്യം, മാംഗനീസ് അതുപോലെ കോപ്പർ പോലത്തെ ആൾക്കാരെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് കോ എൻസൈം എന്നുള്ളത്. അപ്പോൾ നോക്കൂ, ഇത് നമ്മുടെ ഇനാക്റ്റീവ് ആയിട്ടുള്ള എൻസൈം ആണ്. ബിക്കോസ് ഓൺലി പ്രോട്ടീൻ പാർട്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. അതിലേക്ക് നോൺ പ്രോട്ടീൻ പാർട്ടായിട്ടുള്ള കോ എൻസൈം വന്നിട്ട് ബൈൻഡ് ചെയ്തു. അപ്പോൾ ആ എൻസൈം ആക്റ്റീവായി, ഹോളോ എൻസൈമായി അവിടെ വന്ന് ആക്റ്റീവ് സൈറ്റിൽ വന്നിട്ട് നെക്സ്റ്റ് ആര് ബൈൻഡ് ചെയ്യും? സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യും. സോ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, പിന്നെ അത് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു.
ഇനി കോ എൻസൈംസിനെ പലപ്പോഴും ഉണ്ടല്ലോ സെക്കൻഡ് സബ്സ്ട്രേറ്റ്സ് എന്നോ അല്ലെങ്കിൽ കോ സബ്സ്ട്രേറ്റ്സ് എന്നോ പറയാറുണ്ട്. എന്താണ് സെക്കൻഡ് സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ കോ സബ്സ്ട്രേറ്റ് എന്നോ പറയാറുണ്ട്. ബിക്കോസ് ഒരു സബ്സ്ട്രേറ്റിന് അതിന് എൻസൈമുമായിട്ട് എത്രത്തോളം അഫിനിറ്റി ഉണ്ട്, അതേപോലെ തന്നെയാണ് കോ എൻസൈമിന് അതിൻ്റെ എൻസൈമുമായിട്ടുള്ള അഫിനിറ്റി. സോ ഈ ഒരു കമ്പയറബിൾ അഫിനിറ്റി ഉള്ളത് കൊണ്ട് കോ എൻസൈംസ് ചിലപ്പോൾ എങ്ങനെ നമ്മൾ പറയാറുണ്ട്, കോ സബ്സ്ട്രേറ്റ് എന്നോ സെക്കൻഡ് സബ്സ്ട്രേറ്റ് എന്നോ പറയാറുണ്ട്. ഓക്കെ, ഇനി ഇപ്പോൾ ആ ഒരു എൻസൈം അതിൻ്റെ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കോ എൻസൈംസ് ചിലപ്പോൾ ചെറുതായിട്ട് ചേഞ്ചസ് ഒക്കെ വരും. പക്ഷേ അത് ആ റിയാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പിന്നെ സാധാ പോലെ കോ എൻസൈംസ് പിന്നെ എന്ത് ചെയ്യുന്നു, റീജനറേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് നമ്മളിനി എക്സാമ്പിൾസ് പറയുന്നുണ്ട്, അപ്പോൾ മനസ്സിലാവും കേട്ടോ. കോ എൻസൈംസിൽ ചേഞ്ച് വരും, ചേഞ്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അത് പിന്നെ അവർ റീജനറേറ്റ് ചെയ്യുന്നു. ഇനി കോ എൻസൈംസ് എന്തിലാണ് മെയിനായിട്ട് ആവശ്യം നമ്മൾ പറഞ്ഞു, എൻസൈമാറ്റിക് റിയാക്ഷൻസിൽ ട്രാൻസ്ഫർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പ്സ് ആണ് അവരുടെ മെയിൻ റോള് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജന് ആൾഡിഹൈഡ് ഗ്രൂപ്പിനെ കീറ്റോ ഗ്രൂപ്പ്, അമിനോ ഗ്രൂപ്പ്, അസൈൽ ഗ്രൂപ്പ്, മീത്തൽ ഗ്രൂപ്പ്, കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനത്തെ ഗ്രൂപ്പ്സിനെയോ അല്ലെങ്കിൽ ആറ്റത്തിനെയോ ട്രാൻസ്ഫർ ചെയ്യുന്ന ആളാണ് ആര്, കോ എൻസൈംസ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിരുന്നു മെജോറിറ്റി ഓഫ് കോ എൻസൈംസ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ബി കോംപ്ലെക്സ് വൈറ്റമിൻസ് അല്ലെങ്കിൽ വൈറ്റമിൻസിൽ നിന്നുമാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഓരോ കോ എൻസൈമായിട്ട് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ ആണ് തയമിൻ പൈറോഫോസ്ഫേറ്റ് ഓർ TPP. തയമിൻ പൈറോഫോസ്ഫേറ്റ് ഓർ TPP. ഈ ഒരു കോ എൻസൈം ഡിറൈവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബി കോംപ്ലെക്സ് വൈറ്റമിൻ ആയിട്ടുള്ള തയമിൻ, വൈറ്റമിൻ B1 അതാണ് തയമിൻ. അതിൽ നിന്നുമാണ് കോ എൻസൈം ആയിട്ടുള്ള തയമിൻ പൈറോഫോസ്ഫേറ്റ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു കോ എൻസൈം എന്തിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആൾഡിഹൈഡ് ഗ്രൂപ്പിനെയോ കീറ്റോ ഗ്രൂപ്പിനെയോ ട്രാൻസ്ഫർ ചെയ്യുന്ന കോ എൻസൈമാണ്. ഇനി ഈ ഒരു കോ എൻസൈം ഏത് എൻസൈമുമായിട്ടാണ് അല്ലെങ്കിൽ ഏത് എൻസൈമിനാണ് ഈ ഒരു കോ എൻസൈമിന് ആവശ്യം വരുന്നത്, ഇറ്റ് ഈസ് ട്രാൻസ് കീറ്റോളേസ് എന്ന എൻസൈമിനാണ് നമ്മൾ ഈ ഒരു തയമിൻ പൈറോഫോസ്ഫേറ്റ് കോ എൻസൈം ആയിട്ട് ആവശ്യം വരുന്നത്. ഓക്കെ, അടുത്ത കോ എൻസൈം നോക്കൂ, ഫ്ലേവിൻ മോണോ ന്യൂക്ലിയോട്ടൈഡ്, FMN, ഫ്ലേവിൻ മോണോ ന്യൂക്ലിയോട്ടൈഡ്. ഇത് നമ്മുടെ വൈറ്റമിൻ B2 റൈബോഫ്ലേവിനിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഹൈഡ്രജന് അതേപോലെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ് ഫ്ലേവിൻ മോണോ ന്യൂക്ലിയോട്ടൈഡ് ചെയ്യുന്നത്. ഏത് എൻസൈമിൻ്റെ എക്സാമ്പിൾ നോക്കൂ, L അമിനോ ആസിഡ് ഓക്സിഡേസ് എന്ന എൻസൈമാണ് ഇതിന് ആവശ്യം വരുന്ന എൻസൈമിൻ്റെ എക്സാമ്പിൾ. ഇനി FMN പോലെ തന്നെ റൈബോഫ്ലേവിൻ വൈറ്റമിൻ B2 നിന്നും ഡിറൈവ് ചെയ്യുന്ന മറ്റൊരു കോ എൻസൈമാണ് ഫ്ലേവിൻ അഡിനിൻ ഡൈന്യൂക്ലിയോട്ടൈഡ്, FAD. എന്താണ്, ഫ്ലേവിൻ അഡിനിൻ ഡൈന്യൂക്ലിയോട്ടൈഡ്. ഇതും നമ്മൾ ഹൈഡ്രജൻ ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ് നടത്തുന്നത്. ഇനി എൻസൈമിൻ്റെ എക്സാമ്പിൾ ഏതാണ്, D അമിനോ ആസിഡ് ഓക്സിഡേസ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ നിയാസിൻ എന്ന വൈറ്റമിൻ B. വൈറ്റമിൻ ബി ഒരു വൈറ്റമിൻ ബി കോംപ്ലെക്സ് ആണ്, ബി കോംപ്ലെക്സ് വൈറ്റമിൻ ആണ് നിയാസിൻ. നിയാസിനിൽ നിന്നും ഡിറൈവ് ചെയ്ത് വരുന്ന രണ്ട് കോ എൻസൈമുകൾ ഉണ്ട്. ഒന്നാണ് നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോട്ടൈഡ് NAD+, അതേപോലെ നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോട്ടൈഡ് ഫോസ്ഫേറ്റ് NADP+. ഇത് രണ്ടും നമ്മുടെ ബി കോംപ്ലെക്സ് വൈറ്റമിൻ ആയിട്ടുള്ള നിയാസിനിൽ നിന്നും ഡിറൈവ് ചെയ്ത് വരുന്ന കോ എൻസൈമുകളാണ്. ഇവരും ഇതേപോലെ ഹൈഡ്രജൻ ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്ന കോ എൻസൈംസ് ആണ്. ഇനി NAD ആവശ്യം വരുന്ന ഒരു എൻസൈമിൻ്റെ എക്സാമ്പിൾ ആണ് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ്. NADP+ ആവശ്യം വരുന്ന ഒരു എൻസൈമിൻ്റെ എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ്. ഈ ഡീഹൈഡ്രോജനേസ് എന്ന് പേരിൻ്റെ ലാസ്റ്റ് വരുന്ന മിക്ക എൻസൈംസിനും ഈ ഒരു NAD+ അല്ലെങ്കിൽ NADP+ ആവശ്യം വരും. ഓക്കെ, ഇനി അടുത്ത ഒരു കോ എൻസൈം ആണ് ലിപ്പോയിക് ആസിഡ്. അത് ഡിറൈവ് ചെയ്ത് വരുന്നത് ലിപ്പോയിക് ആസിഡ് എന്ന വൈറ്റമിനിൽ നിന്നുമാണ്. ലിപ്പോയിക് ആസിഡ്, അതായത് ആ ഒരു ലിപ്പോയിക് ആസിഡ് തന്നെ എന്ന വൈറ്റമിൻ തന്നെ അവിടെ കോ എൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതും ഇതേപോലെ ഹൈഡ്രജൻ ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടത്തുന്ന കോ എൻസൈം ആണ്. അതിന് ആവശ്യം വരുന്നതാണ് നമ്മുടെ പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് കോംപ്ലെക്സ്. നമ്മുടെ ഫാറ്റി ആസിഡ് മെറ്റബോളിസത്തിൽ വരുന്ന ഒരു എൻസൈമാണ് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് കോംപ്ലെക്സ്. അതിനാണ് ഈ ഒരു ലിപ്പോയിക് ആസിഡിന് കോ എൻസൈം ആയിട്ട് ആവശ്യം വരുന്നത്. ഇനി അടുത്ത കോ എൻസൈമിൻ്റെ എക്സാമ്പിൾ നോക്കൂ, PLP, പിരിഡോക്സാൽ ഫോസ്ഫേറ്റ്, PLP. ഇവരെന്താണ്, ഇവർ പിരിഡോക്സിൻ എന്ന
കോമ്പൗണ്ടിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്ത്, അല്ലെങ്കിൽ വൈറ്റമിൻ ബിയിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്തിട്ട് വരുന്നത്. അമീനോ ഗ്രൂപ്പ് അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പിൻ്റെ ട്രാൻസ്ഫർ ആണ് ഈ ഒരു PLP നടത്തുന്നത്. ഇനി എൻസൈമിൻ്റെ എക്സാമ്പിൾ നോക്കൂ, അലനിൻ ട്രാൻസ് അമിനേസ്. അടുത്തതാണ് കോ എൻസൈം എ. നമ്മൾ TCA സൈക്കിളൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കും കോ എൻസൈം എ, കോയെ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ ബി ആയിട്ടുള്ള പാൻറ്റോതെനിക് ആസിഡിൽ നിന്നുമാണ് കോ എൻസൈം എ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അസൈൽ ഗ്രൂപ്പിൻ്റെ ട്രാൻസ്ഫർ ആണ് നടത്തുന്നത്. ഇനി എൻസൈമിൻ്റെ എക്സാമ്പിൾ നോക്കൂ, തയോകൈനേസ് എന്ന എൻസൈമാണ് എക്സാമ്പിൾ ആയിട്ടുള്ളത്. അടുത്ത കോ എൻസൈം ആണ് ടെട്രാഹൈഡ്രോഫോളേറ്റ്, FH4 ടെട്രാഹൈഡ്രോഫോളേറ്റ്. ഫോളിക് ആസിഡ് എന്ന ബി കോംപ്ലക്സ് വൈറ്റമിനിൽ നിന്നുമാണ് ടെട്രാഹൈഡ്രോഫോളേറ്റ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഏകദേശം നമുക്ക് ബി കോംപ്ലക്സ് വൈറ്റമിൻസിൻ്റെ പേരിൽ നിന്ന് തന്നെ ഈ ഒരു കോ എൻസൈമുകളുടെ പേര് നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഇനി ടെട്രാഹൈഡ്രോഫോളേറ്റ് ചെയ്യുന്നത് 1 കാർബൺ, അതായത് ഒരു കാർബൺ ഉള്ള കോമ്പൗണ്ട്സിനെയാണ് ഇതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫോർമൈൽ ഗ്രൂപ്പ്, മെത്തനൈൽ ഗ്രൂപ്പ്, അങ്ങനെ ഒരു കാർബൺ അടങ്ങിയിട്ടുള്ള ആറ്റം ഓർ ഗ്രൂപ്പ്സിനെയാണ് ടെട്രാഹൈഡ്രോഫോളേറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കൂ, ഫോർമൈൽ ട്രാൻസ്ഫറേസ് എന്ന എൻസൈം. അടുത്തതാണ് ബയോസൈറ്റിൻ എന്ന കോ എൻസൈം. ബയോട്ടിൻ എന്ന ബി കോംപ്ലക്സ് വൈറ്റമിനിൽ നിന്നുമാണ് ബയോസൈറ്റിൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് എവിടെയുണ്ടോ അവിടെ നമ്മുടെ ബയോട്ടിൻ അതേപോലെ ബയോസൈറ്റിൻ ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ ആണ് പൈറുവേറ്റ് കാർബോക്സിലേസ് എന്ന എൻസൈം. ഇനി ലാസ്റ്റത്തെ കോ എൻസൈം ഓഫ് ബി കോംപ്ലക്സ് വൈറ്റമിനിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന കോ എൻസൈം ആണ് മീഥൈൽ കൊബലാമിൻ ഡിയോക്സി അഡിനോസിൽ കൊബലാമിൻ. മീഥൈൽ കൊബലാമിൻ ഓർ ഡിയോക്സി അഡിനോസിൽ കൊബലാമിൻ. കൊബലാമിൻ എന്ന വൈറ്റമിൻ B12 ആണ് കൊബലാമിൻ. അതിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന കോ എൻസൈം ആണ്. അവർ ചെയ്യുന്നത് മീഥൈൽ ഗ്രൂപ്പ്സിൻ്റെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഐസോമറൈസേഷൻ റിയാക്ഷൻസ് ആണ് കാറ്റലൈസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് മീഥൈൽ മലനൈൽ കോ എൻസൈം എ മ്യൂട്ടൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയും എന്താണ് ബി കോംപ്ലക്സ് വൈറ്റമിൻസിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ട് വരുന്ന കോ എൻസൈമുകളാണ് ഇവരൊക്കെ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി കോ എൻസൈമും നമ്മുടെ ബി കോംപ്ലക്സ് വൈറ്റമിനിൽ നിന്നും ഡിറൈവ് ചെയ്ത് വരുന്നതാണ്. നമ്മുടെ മിക്ക ബി കോംപ്ലക്സ് വൈറ്റമിൻസും അവരുടെ ഫങ്ഷൻസ് എക്സേർട്ട് ചെയ്യുന്നത് അവർ ഈ ഒരു കോ എൻസൈം ഫോമുകളിൽ നിന്നിട്ടാണ്. ബി കോംപ്ലക്സ് വൈറ്റമിൻസ് അവരുടെ ഫങ്ഷൻസ് എങ്ങനെയാണ് എക്സിബിറ്റ് ചെയ്യുന്നത്? അവർ ഈ ഒരു കോ എൻസൈം ഫോമിൽ നിന്നിട്ടാണ്. ഓക്കെ, ഇനി ബി കോംപ്ലക്സ് വൈറ്റമിൻസിൽ നിന്നല്ലാതെ ഡിറൈവ് ചെയ്ത് വരുന്ന മറ്റ് കോ എൻസൈമുകളുണ്ട്. എല്ലാ കോ എൻസൈംസും ബി കോംപ്ലക്സ് വൈറ്റമിനിൽ നിന്നല്ല ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇത് കൂടാതെ മറ്റ് കോ എൻസൈമുകളും ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ATP, CDP, UDP. ഇതൊക്കെ വൈറ്റമിൻസിൽ നിന്നും അല്ലാത്ത ഡിറൈവ് ചെയ്ത് വരുന്ന കോ എൻസൈമുകളാണ്. പിന്നെ ചില കോ എൻസൈംസുകളാണെങ്കിൽ ന്യൂക്ലിയോട്ടൈഡ് കോ എൻസൈംസ് ഉണ്ട്. അതായത് അവർ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അവർക്കൊരു നൈട്രോജനസ് ബേസ് ഉണ്ട്, ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്. ഒരു ന്യൂക്ലിയോട്ടൈഡിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ നൈട്രോജനസ് ബേസ്, ഷുഗർ, ഫോസ്ഫേറ്റ്. അപ്പോൾ അതൊക്കെ അടങ്ങിയിട്ടുള്ള കോ എൻസൈമുകൾ ഉണ്ട്. അവരെ നമുക്ക് ന്യൂക്ലിയോട്ടൈഡ് കോ എൻസൈംസ് എന്ന് വിളിക്കാം. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ നേരത്തെ വൈറ്റമിൻ ഡിറൈവ് ചെയ്ത് പറഞ്ഞ NAD+, NADP+, FMN, FAD, കോ എൻസൈം A, UDPC. അപ്പോൾ ഇവരൊക്കെ എന്താണ് ന്യൂക്ലിയോട്ടൈഡ് കോ എൻസൈംസ് ആയിട്ട് നമുക്ക് അവരെ റിഗാർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബി കോംപ്ലക്സ് വൈറ്റമിൻസിൽ നിന്നും ഡിറൈവ് ചെയ്ത കോ എൻസൈംസിനെ നോക്കിയിരുന്നു. ഇനി അതിൽ നിന്നും അല്ലാത്ത മറ്റു കോ എൻസൈംസിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന കോ എൻസൈം ആണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഓർ ATP. എന്താണ് ATPൻ്റെ പണി? ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുക, അഡിനോസിനെ ട്രാൻസ്ഫർ ചെയ്യുക, അഡിനോസിൻ മോണോഫോസ്ഫേറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ATPയിൽ അടങ്ങിയിട്ടുള്ള ഓരോ പല ആൾക്കാരെ ഡൊണേറ്റ് ചെയ്യലാണ് ആരുടെ പണി? ATPൻ്റെ പണി. ഇനി അടുത്തൊരു കോ എൻസൈം ആണ് സൈറ്റിഡിൻ ഡൈഫോസ്ഫേറ്റ് ഓർ CDP. നമ്മുടെ ഫോസ്ഫോലിപ്പിഡ് സിന്തസിസ് ആ ഒരു പാത്വേയിൽ CDPന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അവിടെ കൊളൈനെ ക്യാരി ചെയ്യാൻ എത്തനോളമൈൻ്റെ ഒക്കെ കാരിയർ ആയിട്ടാണ് ഈ ഒരു CDPന് ആവശ്യം വരുന്നത്. അടുത്തൊരു കോ എൻസൈമിൻ്റെ എക്സാമ്പിൾ ആണ് യുറിഡിൻ ഡൈഫോസ്ഫേറ്റ് ഓർ UDP. UDP ആണെങ്കിൽ നമ്മുടെ മോണോസാക്രൈഡ്സ് ആയിട്ടുള്ള ഗ്ലൂക്കോസ്, ഗാലക്ടോസ്. നമ്മളിപ്പോൾ ഗാലക്ടോസ് മെറ്റബോളിസം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും.
അതേപോലെ ഗ്ലൈക്കോജൻ മെറ്റബോളിസം, ഗ്ലൈക്കോജൻ സിന്തസിസിൽ ആ പാത്വേ ഗ്ലൈക്കോജെനസിസ് എന്ന പാത്വേയിൽ UDPനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരുടെ ഒക്കെ കാരിയർ ആയിട്ടാണ് UDPൻ്റെ ഫംഗ്ഷൻ വരുന്നത്. പിന്നെ അടുത്തൊരു കോഎൻസൈമാണ് S അഡിനോസിൽ മെത്തയോണിൻ. നമ്മൾ SAM എന്ന് സിമ്പിളായിട്ട് പറയാറുണ്ട്. S അഡിനോസിൽ മെത്തയോണിൻ. ഇത് മീത്തൈൽ ഗ്രൂപ്പിന് ഡൊണേറ്റ് ചെയ്യുന്നതാണ്. ആ പേര് പോലെ തന്നെ മീത്തൈൽ ഗ്രൂപ്പിന് ബയോസിന്തറ്റിക് റിയാക്ഷൻസിലെ മീത്തൈൽ ഗ്രൂപ്പിന് ഡൊണേറ്റ് ചെയ്യലാണ് സാമിൻ്റെ പണി. പിന്നെ അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. ഫോസ്ഫോ അഡിനോസിൻ ഫോസ്ഫോ സൾഫേറ്റ്, PAPS, ഫോസ്ഫോ അഡിനോസിൻ ഫോസ്ഫോ സൾഫേറ്റ്. ആ സൾഫേറ്റ് ഗ്രൂപ്പിന് ഡൊണേറ്റ് ചെയ്യാം മ്യൂക്കോ പോളിസാക്കറൈഡ്സ്. നമ്മുടെ ഹൈലൂറോണിക് ആസിഡ്, കോൺട്രോയിഡിൻ സൾഫേറ്റ്, അവരൊക്കെയാണ് നമ്മൾ മ്യൂക്കോ പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. അവരുടെ സിന്തസിസിൽ സൾഫേറ്റിന് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ഫോസ്ഫോ അഡിനോസിൻ ഫോസ്ഫോ സൾഫേറ്റ്. അപ്പോൾ ഇതിലേക്ക് തോന്നുന്നു ഈ ഒരു SAM, PAPS അതൊക്കെ നമുക്ക് അത്ര കോമൺ അല്ലാത്ത കോ എൻസൈമുകളാണ്. അപ്പോൾ ഇവരും എന്താണ്? കോ എൻസൈംസ് ആണ് അല്ലേ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ കോ എൻസൈമുകൾ. ഇനി നമുക്ക് കോ എൻസൈംസിനുണ്ടല്ലോ വേറൊരു തരം ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. 2 ഗ്രൂപ്പാക്കിയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് അവരെന്ത് റിയാക്ഷനാണ് നടത്തുന്നത് അതിൻ്റെ ബേസിസിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ ഓക്സിഡോ റിഡക്റ്റേസസ് എൻസൈമുകൾ ഉണ്ടല്ലോ, അവർ കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കോ എൻസൈം. അതായത് മെയിനായിട്ട് ഹൈഡ്രജനെ ഡൊണേറ്റ് ചെയ്യുക, ഹൈഡ്രജനെ അക്സെപ്റ്റ് ചെയ്യുക, ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുക, ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുക, അങ്ങനത്തെ പണികളിൽ ഏർപ്പെടുന്ന കോ എൻസൈമുകൾ. ഇപ്പോൾ ഓക്സിഡോ റിഡക്റ്റേസസ് എൻസൈംസ് കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കോ എൻസൈം. അതാണ് ഫസ്റ്റത്തെ ഗ്രൂപ്പിൽ വരുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ അല്ലാത്ത മറ്റ് ഗ്രൂപ്പുകളെ ട്രാൻസ്ഫർ ചെയ്യുന്ന റിയാക്ഷൻസ് ഉണ്ടല്ലോ, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കോ എൻസൈമുകളാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ആറ്റം ഓർ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ഓർ അക്സെപ്റ്റ് ചെയ്യുന്ന റിയാക്ഷനിൽ വരുന്നവർ. രണ്ടാമത്തെന്ന് പറഞ്ഞാലോ നമ്മുടെ ഹൈഡ്രജൻ അല്ലാത്ത മറ്റു ഗ്രൂപ്പുകളുടെ ട്രാൻസ്ഫറിൽ ഇൻവോൾവ് ചെയ്യുന്ന കോ എൻസൈമുകൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഈ പറഞ്ഞതിലുള്ള ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് കോ എൻസൈമിനെ കുറിച്ചിട്ട് നോക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് ഗ്രൂപ്പിൽ എന്താണ്? നമ്മുടെ സബ്സ്ട്രേറ്റിൽ ഒരു ചേഞ്ച് വരും. ആ ചേഞ്ചിനെ ആര് ബാലൻസ് ചെയ്യും? നമ്മുടെ കോ എൻസൈമുകൾ ബാലൻസ് ചെയ്യും. അപ്പോൾ ഈ ഒരു പണി അവർ ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ കോ എൻസൈംസിനെ നമ്മൾ നേരത്തെ പറഞ്ഞു കോ സബ്സ്ട്രേറ്റുകൾ എന്നോ സെക്കൻഡറി സബ്സ്ട്രേറ്റുകളോ എന്ന് വിളിക്കാം. ബിക്കോസ് സബ്സ്ട്രേറ്റിൽ വരുന്ന ചേഞ്ചിനെ ബാലൻസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് ഈ കോ എൻസൈംസ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദേ ക്യാൻ ബി കോൾഡ് ആസ് കോ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി സബ്സ്ട്രേറ്റ് എന്ന് നമുക്ക് അവരെ കൺസിഡർ ചെയ്യാവുന്നതാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ലാക്റ്റേറ്റ് ആണ് സബ്സ്ട്രേറ്റ് വരുന്നത്. ലാക്റ്റേറ്റ് ഓക്സിഡൈസ്ഡ് ആകുന്നുണ്ട്. സോ നമ്മുടെ കോ എൻസൈമിൻ്റെ എന്ത് നടക്കണം? റിഡക്ഷൻ നടക്കണം. ഓക്സിഡേഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിഡക്ഷൻ നടക്കണം. ഇനിയിപ്പോൾ റിയാക്ഷൻ ഇതിൻ്റെ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ലാക്റ്റേറ്റിൻ്റെ റിഡക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കോ എൻസൈമിൻ്റെ എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ സംഭവിക്കും. സോ ഒരു സബ്സ്ട്രേറ്റിന് വരുന്ന ചേഞ്ചിനെ ഇവരെന്ത് ചെയ്യുന്നു? ഒരു റിയാക്ഷൻ വന്നിട്ട് ഇവരതിനെ ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 2 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറണം. നമ്മുടെ ഗ്ലൈക്കോലൈസിസ് എന്ന പാത്വേയിൽ വരുന്ന ഒരു റിയാക്ഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ആവുകയാണ്. ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ആരാണ്? ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജിനേസ്. ആരാണ്? ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജിനേസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ NAD+ എന്ന കോ എൻസൈമിൻ്റെ റിഡക്ഷൻ നടന്നിട്ട് അത് NADH++H+ ആയിട്ട് മാറുന്നു. സബ്സ്ട്രേറ്റിൻ്റെ ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ കോ എൻസൈമിൻ്റെ എന്ത് നടക്കും? റിഡക്ഷൻ നടക്കുന്നു. NAD+ എന്തായിട്ട് മാറും? ഇവിടെ നിന്നും റിലീസ് ആകുന്ന ഹൈഡ്രജനെ NAD+ ആക്സെപ്റ്റ് ചെയ്തിട്ട് NAD+ എന്തായിട്ട് മാറുന്നു? NADH++H+ ആയിട്ട് മാറുന്നുണ്ട്. ഇനി നോക്കൂ, മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. പൈറുവേറ്റ് ലാക്റ്റേറ്റ് ആയിട്ട് മാറുവാണ്. ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന എൻസൈമാണ് ഈ ഒരു റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? NADH++H+ എന്തായിട്ട് മാറുന്നു? NAD+ ആയിട്ട് മാറുന്നു. ഹൈഡ്രജനെ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് കോ എൻസൈംസ് വരുന്നത്. അപ്പോൾ ഇത് കൂടാതെ മറ്റ് എക്സാമ്പിൾസ് ആണ് FAD, FADH, FMN, FMNH, അതായത് ഓക്സിഡേഷൻ റിഡക്ഷൻ
റിയാക്ഷൻസിൽ കോഎൻസൈമായിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പം അതിൽ നമുക്ക് ഒരാളെ എക്സാമ്പിളായിട്ട് നോക്കാം. നമ്മുടെ NAD+നെ നോക്കാം. നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈ ന്യൂക്ലിയോടൈഡ്. നമ്മുടെ നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനാമൈഡ് എന്ന വൈറ്റമിൻ B, അതിൽ നിന്നുമാണ് നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈ ന്യൂക്ലിയോടൈഡ് ഡിറൈവ് ചെയ്തിട്ട് വരുന്നത്. സ്ട്രക്ചർ കറക്റ്റ് പറയുവാണെങ്കിൽ നിക്കോട്ടിനാമൈഡ് റൈബോസ് PP റൈബോസ് അഡിനിൻ, ഇതാണ് സ്ട്രക്ചർ വരുന്നത്. ഈ സ്ട്രക്ചർ എല്യൂസിഡേറ്റ് ചെയ്തത് വാർബർഗ് എന്ന സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് അതിന് വേണ്ടിയിട്ട് 1931 നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു എക്സാമ്പിൾ ലാക്റ്റേറ്റ് പൈറുവേറ്റ് ആയിട്ട് മാറും, അതായത് ഇതിൻ്റെ റിവേഴ്സിബിൾ റിയാക്ഷൻ ആട്ടോ. ലാക്റ്റേറ്റ് പൈറുവേറ്റ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന എൻസൈം ആണെങ്കിലും അവിടെ എന്താ ആക്ച്വലി നടക്കുന്നത്? ഹൈഡ്രജൻ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത് അല്ലേ. ആ ഒരു ഹൈഡ്രജൻ ട്രാൻസ്ഫർ ആക്ച്വലി നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഈ ഒരു കോ എൻസൈമിലാണ് ഹൈഡ്രജൻ ട്രാൻസ്ഫർ നടക്കുന്നത്. നമ്മളിവിടെ കണ്ടില്ലേ, രണ്ട് റിയാക്ഷൻസിലാണെങ്കിലും എൻസൈം അവിടെ കാറ്റലിസിസ് നടത്തുന്നു, പക്ഷെ ഹൈഡ്രജൻ ട്രാൻസ്ഫർ എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ NADH2 അതിലാണ് ഹൈഡ്രജൻ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ലാക്റ്റേറ്റ് പൈറുവേറ്റ് ആയിട്ട് മാറുവാണ്. റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ്. അപ്പോൾ ഇവിടെ ലാക്റ്റേറ്റിലുള്ള ഈ ഒരു ഹൈഡ്രജൻ എന്താവാണ്? റിമൂവ് ആയിട്ട് പോകുന്നത്. രണ്ട് ഹൈഡ്രജൻ ഇവിടെ, ഈ ഒരു ഹൈഡ്രജനും ഈ ഒരു രണ്ട് ഹൈഡ്രജൻ റിമൂവ് ആയിട്ട് പോകുന്നുണ്ട് ലാക്റ്റേറ്റിൽ നിന്ന്. അതിലെ ഒരു ഹൈഡ്രജനെയും രണ്ട് ഇലക്ട്രോൺസിനെയും ആര് ആക്സെപ്റ്റ് ചെയ്യും? നമ്മുടെ NAD+ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ NAD+ എന്തായിട്ട് മാറുന്നു? NADH ആയിട്ട് മാറുന്നു. പിന്നെ വരുന്ന ഒരു ഹൈഡ്രജനും കൂടി ഉണ്ടല്ലോ, അത് നമ്മുടെ സറൗണ്ടിങ്സിലേക്കാണ് റിലീസ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ കോഎൻസൈംസ് അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് കോഎൻസൈംസ്. ഇനി നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് കോഎൻസൈംസിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ അല്ലാത്ത മറ്റ് ഗ്രൂപ്പ്സിൻ്റെ ട്രാൻസ്ഫറിൽ ഇൻവോൾവ് ആവുന്ന കോഎൻസൈമുകളാണ് ഈ ഒരു സെക്കൻഡ് ഗ്രൂപ്പിൽ പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സബ്സ്ട്രേറ്റിൽ നിന്നും മറ്റൊരു സബ്സ്ട്രേറ്റിലേക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ റാഡിക്കലിനെയോ ട്രാൻസ്ഫർ ചെയ്യുന്ന റിയാക്ഷൻസിൽ വരുന്നത്. അപ്പോൾ ഇതിലെ മിക്ക കോഎൻസൈംസും നമ്മുടെ വൈറ്റമിൻ ബിയിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ട് വരുന്ന കോഎൻസൈമുകൾ, അവരാണ് മിക്കതും ഈ ഒരു ഗ്രൂപ്പിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ATP ഓർ അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. അത് ഇതിൽ വരുന്നുണ്ട്. നമുക്കറിയാം ATP എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡിയിലെ എനർജി ആണ് അല്ലേ. ബോഡിയിലെ എനർജി കറൻസിയാണ് എന്ത്? ATP എന്ന് പറയുന്നത്. അപ്പോൾ ATPനെ ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തത് ഫിസ്ക് ആൻഡ് സുബ്ബറാവ്, ഈ രണ്ടുപേരും കൂടിയിട്ടാണ് 1926. പിന്നെ മസിൽ കോൺട്രാക്ഷനിൽ ATP എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണിച്ചത് ലോമാൻ എന്ന സയൻറ്റിസ്റ്റ് ആണ്. 1929 ഓക്കെ, അപ്പോൾ ATP നമ്മൾ എനർജി കറൻസി ആണെന്ന് പറഞ്ഞു അല്ലേ. ATPയിൽ 3 ഫോസ്ഫേറ്റുകളാണ് ഉള്ളത്. അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് ആണ്, 3 ഫോസ്ഫേറ്റ്. അതിൽ രണ്ടാമത്തെ ഫോസ്ഫേറ്റും മൂന്നാമത്തെ ഫോസ്ഫേറ്റ് ബോണ്ട്, ഇത് രണ്ടും നല്ല ഹൈ എനർജി ബോണ്ടുകളാണ്. അതായത് ആ ഒരു ബോണ്ടിൽ എന്താണ്? ധാരാളം എനർജി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കുറേ റിയാക്ഷൻസിലൊക്കെ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ഒരു ATPന്റെ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ അതിൽ ബോണ്ട് ഹൈഡ്രോളൈസ്ഡ് ആയിട്ട് ബോണ്ട് ബ്രേക്ക് ഡൗൺ നടന്നിട്ട് അതിൽ നിന്നും കിട്ടുന്ന എനർജി യൂസ് ചെയ്തിട്ടാണ് കുറേ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. അതേപോലെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ബ്രേക്ക് ഡൗൺ നടക്കുവാണ്, അതിൻ്റെ ഓക്സിഡേഷൻ നടക്കുവാണ്. അപ്പോൾ അതിൽ നിന്നും എനർജി റിലീസ് ആവും. ഈ എനർജി ഒക്കെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിയിൽ ATP രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ATPനെ നമ്മൾ എനർജി കറൻസി ഓഫ് ദ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ATPൻ്റെ ഒരു ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഗ്ലൈക്കോലൈസിസിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഗ്ലൂക്കോസിനെ ഹെക്സോകൈനേസ് എന്ന എൻസൈം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. അപ്പോൾ എന്താണ് ഇവിടെ ATPൻ്റെ പണി? ഇവിടെ ഫോസ്ഫേറ്റ് ട്രാൻസ്ഫർ ആണ് നടത്തുന്നത്. എന്തിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഫോസ്ഫേറ്റിനെ. അതായത് ATPയിൽ 3 ഫോസ്ഫേറ്റ് ഉണ്ട്. ATP എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഒരു ഫോസ്ഫേറ്റിനെ റിലീസ് ചെയ്യും. അപ്പോൾ ATP എന്തായിട്ട് മാറുന്നു? ADP ആയിട്ട് മാറുന്നു. ഈ റിലീസ് ആയിട്ടുള്ള ഫോസ്ഫേറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? ഗ്ലൂക്കോസിലോട്ട് പോകും. അപ്പോൾ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നു? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ഗ്ലൂക്കോസിൻ്റെ 6ാമത്തെ കാർബണിൽ ഈ ഒരു ഫോസ്ഫേറ്റ് ആഡ് ചെയ്യും. അപ്പോൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. മെറ്റബോളിസം പഠിച്ച ആൾക്കാരാണെങ്കിൽ ഒരു റിയാക്ഷനൊക്കെ സിമ്പിളായിട്ട് അറിയും കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ബയോകെമിസ്ട്രി ഒക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ സിമ്പിളായിരിക്കും. ഓക്കെ,
അപ്പോൾ അത്രയാണ് നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് കോ എൻസൈമുകൾ വരുന്നത്. അപ്പോൾ അതോടുകൂടെ നമ്മുടെ കോ എൻസൈംസ് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് മെറ്റാലോ എൻസൈംസ് എന്ന ഈ ഒരു കുഞ്ഞു ടോപ്പിക്കും കൂടെ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെ, അതായത് ചില എൻസൈംസിനെ അവരിനെ ആക്റ്റീവ് ആക്കണമെങ്കിൽ എന്ത് വേണം, മെറ്റൽ അയോൺസ് വേണം. ഫോർ എക്സാമ്പിൾ മാംഗനീസ്, മെഗ്നീഷ്യം, കോപ്പർ, കാൽഷ്യം, ഇങ്ങനെയുള്ള ഇനോർഗാനിക് ആയിട്ടുള്ള മെറ്റൽ അയോൺസ് വേണം. അങ്ങനത്തെ എൻസൈമുകളെയാണ് നമ്മൾ മെറ്റാലോ എൻസൈംസ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ടൈറോസിനേസ് എന്ന എൻസൈം, ആ എൻസൈമിൽ കോപ്പർ എന്ന മെറ്റൽ അയോൺ ഭയങ്കര ടൈറ്റായിട്ട് ബൈൻഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കോപ്പർ എന്താണ്, ഒരു പ്രോസ്തെറ്റിക് ഗ്രൂപ്പും കൂടിയിട്ടാണ്. ഇനി ചില മറ്റ് കേസസ് നോക്കുകയാണെങ്കിൽ ചില എൻസൈംസിന് മെറ്റൽ അയോൺ നിർബന്ധമില്ല. മെറ്റൽ അയോൺ ഇല്ലെങ്കിൽ പോലും അവർ ആക്റ്റീവ് ആയിരിക്കും. പക്ഷേ മെറ്റൽ അയോൺസ് അവർക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു എൻസൈമിൻ്റെ ആക്ഷൻ അവിടെ എൻഹാൻസ്ഡ് ആവും. അപ്പോൾ അങ്ങനത്തെ 2 കേസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എൻസൈമുകൾ നമുക്ക് എന്ത് വിളിക്കാം, അയോൺ ആക്ടിവേറ്റഡ് എൻസൈംസ് എന്ന് വിളിക്കാം. എന്താണ് അയോൺ ആക്ടിവേറ്റഡ് എൻസൈം? അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന എൻസൈമിനെ കാൽഷ്യം അയോൺസ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അവരെ നമുക്ക് എന്ത് വിളിക്കുന്നു, അയോൺ ആക്ടിവേറ്റഡ് എൻസൈംസ് എന്ന് വിളിക്കുന്നു. സോ കുറച്ച് മെറ്റാലോ എൻസൈംസിൻ്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാർബോണിക് അൺഹൈഡ്രേസ്, കാർബോക്സി പെപ്റ്റിഡേസ്, ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്, ഇവർക്കൊക്കെ ആരെ വേണം, സിങ്കിനെ വേണം. ഇനി ഹെക്സോകൈനേസ്, ഫോസ്ഫോഫ്രക്ടോകൈനേസ്, ഈനോളേസ്, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ്, ഇവർക്കൊക്കെ ആരെയാ വേണ്ടേ, മെഗ്നീഷ്യത്തിനെ വേണം. ഫോസ്ഫോഗ്ലൂക്കോമ്യൂട്ടേസ്, ഹെക്സോകൈനേസ്, ഈനോളേസ്, ഗ്ലൈക്കോസിൽ ട്രാൻസ്ഫറേസ്, ഇവർക്കൊക്കെ ആരെ വേണം, മാംഗനീസിനെ വേണം. നമ്മളെ ഹെക്സോകൈനേസ് എന്ന എൻസൈമിന് നോക്കൂ, ഗ്ലൈക്കോലൈസിസിലെ ഫസ്റ്റ് എൻസൈമാണ്, ഫസ്റ്റ് റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ്. ഈ ഹെക്സോകൈനേസിന് മെഗ്നീഷ്യത്തിനെയും വേണം, അതുകൂടാതെ മാംഗനീസിനെയും കൂടെ വേണം. ഇനി ടൈറോസിനേസ്, സൈറ്റോക്രോം ഓക്സിഡേസ്, ലൈസൈൽ ഓക്സിഡേസ്, സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്, ഇവർക്കൊക്കെ ആരെയാ വേണ്ടേ, കോപ്പറിനെ വേണം. സൈറ്റോക്രോം ഓക്സിഡേസ്, സ്കാറ്റലൈസ്, പെറോക്സിഡേസ്, സാന്തിൻ ഓക്സിഡേസ്, ഇവർക്ക് ആരെയാ വേണ്ടേ, അയേണിനെ വേണം. ലെസിത്തിനേസ്, ലിപ്പേസിന് കാൽഷ്യം വേണം. സാന്തിൻ ഓക്സിഡേസിന് മോളിബ്ഡിനത്തിന് വേണം. സോ ഇങ്ങനെ എൻസൈംസിന് എന്ത് വേണം, മെറ്റൽ അയോൺസ് വേണം. സോ ദേ ആർ നോൺ ആസ് മെറ്റാലോ എൻസൈംസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് തൽക്കാലം നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. എൻസൈംസ് കഴിഞ്ഞിട്ടില്ല. എൻസൈംസിനെ കുറിച്ചിട്ട് നമുക്ക് ഇനിയും അത്യാവശ്യം പഠിക്കാനുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും എൻ്റെയും മാസ്റ്റർ കീ അക്കാഡമിയുടെയും താങ്ക് യു.